നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ CPI കക്ഷി ചേരുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI നിയമ പോരാട്ടം നടത്തും. കേന്ദ്ര നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും എതിർക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ വലുതായി കാണുന്നവർക്കെല്ലാം ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ് BJP ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ നീക്കത്തെ രാഷ്ട്രീയമായി എതിർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. നിയമപരമായും പാർട്ടി അതിനെ ചെറുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി യുദ്ധമോ നാളെയോ ഇതിൽ കക്ഷി ചേരാൻ ഡൽഹിയിലെ വക്കീൽ സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിൽ ഷാൻ സാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, DYFI, മുസ്ലിം ലീഗ് ഇപ്പോൾ പിന്നാലെ CPIയും ആ കേസിൽ കക്ഷി ചേരാൻ നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ. ഇതിനോടൊപ്പം രാഷ്ട്രീയമായ മറ്റ് ക്യാമ്പയിനുകൾ CPI പദ്ധതിയിടുന്നുണ്ടോ? ഗൂഗിൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും CPI ഒരുങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയിക്കാൻ കഴിയുന്നത് CPI നിലവിൽ ഈ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ കക്ഷി ചേരും എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതോടൊപ്പം ഈ നിയമ ഭേദഗതിക്കെതിരെ വലിയ രൂക്ഷമായൊരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മതമാണ് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരും BJP. പക്ഷേ അത് അനുവദിച്ചുകൂടാ. ഇന്ത്യയുടെ മതേതരത്വം തന്നെ തകർക്കുന്നൊരു നിലപാടാണ് BJP ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൂടെയുള്ള അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് അവരൊരുങ്ങുന്നതെന്നുള്ള വലിയ വിമർശനമാണ് CPI ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല. അത് തന്നെ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു വ്യാമോഹം ആർക്കും വേണ്ട. ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തന്നെ, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തന്നെ ഈ നിയമം പ്രശ്നമായി വരും. പക്ഷേ ഈ കേന്ദ്രം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഹിന്ദുക്കൾക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദുക്കളിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഇത് വലിയ പ്രശ്നമായി തന്നെ വരും. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു നിയമ പോരാട്ടമാണ് ഇതിനാവശ്യം. അതുകൊണ്ട് തന്നെ CPI ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ കക്ഷി ചേരാനും ഒരുങ്ങുകയാണ്. ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPIയും സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സമരങ്ങൾ ശക്തമാവുകയാണ്. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധങ്ങൾ തടയാൻ ഡൽഹിയിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, മുമ്പും ഈ പൗരത്വ നിയമത്തിനും NRCക്കുമെതിരെ വലിയ സമരത്തിന്റെ കേന്ദ്രമായി മാറിയതാണ് ഡൽഹി സർവകലാശാലയും ജാമിയ മില്ലിയയും ഒക്കെ. സമാനമാണോ ഇപ്പോഴവിടെ ആരംഭിച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളും? ഗൂഗിൾ 2019 സമാനമായ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ രൂപപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലെ ക്യാമ്പസുകളിൽ ജാമിയ മിലിയ, JNU അടക്കമുള്ള വിവിധ ക്യാമ്പസുകളിൽ കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ഡൽഹി സർവകലാശാലയിലെ ക്യാമ്പസിലാണ് പ്രതിഷേധമുണ്ടായത്. SIO, MSF അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ക്യാമ്പസിനകത്ത് പോലീസ് കയറി മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. കാരണം പ്രതിഷേധത്തിന് മുൻപ് തന്നെ ക്യാമ്പസിനകത്ത് കയറിയ പോലീസിന്റെ നടപടിയിൽ ഇതിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പോലീസിന് വിദ്യാർത്ഥികളെല്ലാം തന്നെ ക്യാമ്പസിനകത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളെ വിവിധ സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ക്യാമ്പസിന് പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപക്ഷെ രൂപപ്പെടാം. ആ ഒരു സാഹചര്യത്തിൽ ക്യാമ്പസിൽ ഇപ്പോഴും പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിലും സമാനമായി തന്നെ, പ്രത്യേകിച്ചും JNU ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പോലീസിനെ ഇപ്പോഴും വിന്യസിച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹി സർവകലാശാലയിലും അവിടെയുള്ള ജാമിയ മില്ലിയ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും JNUവിലുമൊക്കെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.
റേഷൻ വിതരണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ കടയടച്ച് സമരം ചെയ്യുമെന്ന് റേഷൻ വ്യാപാരികൾ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി GR അനിലിന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കത്തയച്ചു. ഈ പോസ്റ്റ് മെഷീന്റെ തകരാർ ഉൾപ്പെടെ പരിഹരിക്കണമെന്നാണ് ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, സമരത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചർച്ചയുടെ സാധ്യതയുണ്ടോ? ഗോകുൽ, അത്തരമൊരു ആവശ്യമാണ് റേഷൻ വ്യാപാരികൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വച്ചിട്ടുകൂടി അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് റേഷൻ വിതരണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പോസ്റ്റ് മെഷീൻ തകരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്നത്, പണിമുടക്കിലാവുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കാണുന്നതാണ്. പലപ്പോഴും ഈ ഉപഭോക്താക്കൾ ഈ റേഷൻ കടകളിൽ എത്തുമ്പോൾ ഈ പോസ്റ്റ് മെഷീൻ പണിമുടക്കിയതിനാൽ റേഷൻ സാധനങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മിക്കപ്പോഴും അവിടെ വില്ലനായി മാറുന്നത് റേഷൻ വ്യാപാരികളാണ്. ആ ഒരു പ്രതിസന്ധി അവർ പലതവണ ഈ അധികാരികളുടെ മുന്നിലേക്ക് വെച്ചതാണ്, ഭക്ഷ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചതാണ്. പക്ഷേ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നിരന്തരമായി ഇത്തരത്തിൽ ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാകുന്നത് റേഷൻ വിതരണത്തെ വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു ദിവസം എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത്. കാരണം ഈ നിരന്തരം ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ കമ്മീഷൻ റേഷൻ വ്യാപാരികൾക്ക് കൊടുത്തു തീർക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഈ ട്രാൻസ്പോർട്ടിങ്ങിനായുള്ള പണം അത് ഈ കരാറുകാർക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി ഈ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ തയ്യാറാകാത്ത ഒരു അവസ്ഥ കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഒരു പരിഹാരമില്ലാതെ ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട്, റേഷൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ് റേഷൻ വ്യാപാരി. ശരി അഭിജിത്ത്, ഏതായാലും റേഷൻ മേഖലയിലെ പ്രതിസന്ധികളിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കടകളടച്ച സമരത്തിലേക്ക് പോകും നാളെ മുതൽ എന്നതാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ MPയുമാണ് നയാബ് സിംഗ് സൈനി. മനോഹർലാൽ ഖട്ടാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചിരുന്നു. 4 JJP MLAമാർ പിന്തുണയുമായി രാജ്ഭവനിലെത്തി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ BJPയുടെ നിർണായകമായ രാഷ്ട്രീയ നീക്കമല്ലേ അവിടെ നടത്തിയിരിക്കുന്നത്? JJPയിൽ നിന്നുകൂടി അംഗങ്ങളെ അടർത്തിയെടുക്കാനാവുന്നുണ്ടല്ലോ BJPക്ക്, അല്ലേ? കാരണം അല്പം സമയം കഴിയുമ്പോൾ ഈ ചണ്ഡീഗഡ് രാജ്ഭവനിൽ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി MP സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഒപ്പം നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാർ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഒപ്പം JJPയുമായുള്ള ബന്ധം വിടുന്നു അവിടെ BJP. പക്ഷേ JJPയുടെ 4 MLAമാർ BJP സർക്കാരിന് പിന്തുണയും പ്രഖ്യാപിക്കുന്നു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ബോർഡ് വിവരങ്ങൾ നൽകാൻ SBIക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി ഉടൻ അവസാനിക്കും. 5:30 വിവരങ്ങൾ നൽകാനാണ് SBIക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ഇതുവരെ ഈ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ SBI? ഈ ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇതിനനുബന്ധമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. 5:30 മണിയോടുകൂടി ഇന്നത്തെ പ്രവൃത്തി ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ വിവരങ്ങൾ നൽകണമെന്നുള്ള നിർദ്ദേശമാണ് SBIക്ക് പാലിക്കേണ്ടതായിട്ട് ഉള്ളത്. SBI ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വിവരങ്ങളിൽ സംയോജിപ്പിക്കാത്ത വിധത്തിൽ ഇവ തങ്ങളുടെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് സംയോജിപ്പിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടികൾക്ക് ഓരോ വ്യക്തികളും എത്രത്തോളമാണ് പണം നൽകിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തുന്ന കാര്യത്തിലാണ് തങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വിവരങ്ങൾ SBIക്ക് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ളത്. അക്കാര്യങ്ങളിൽ സുപ്രീം കോടതി ഏതെങ്കിലും സംയോജിപ്പിച്ച് വിവരങ്ങൾ നൽകണമെന്നുള്ള ഒരു നിബന്ധനയിലേക്ക് സുപ്രീം കോടതി പോവുകയും ചെയ്തിരുന്നില്ല. 5:30 മണിയോടുകൂടി ഈ സമയം അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഈ നൽകുന്ന വിവരങ്ങൾ അത് പ്രസിദ്ധീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ശരി, ആർക്കെയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്?
പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് സംഘർഷത്തിനിടെ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചെന്ന കേസിൽ CPIM നേതാവിന് ജാമ്യം. പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജെയ്സൺ ജോസഫിന് ജാമ്യം അനുവദിച്ചത്. ആശുപത്രി രേഖകളിൽ യുവതിയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നലെയാണ് ജെയ്സൺ ജോസഫ് കീഴടങ്ങിയത്. ഏത് സാഹചര്യത്തിലാണ് ജാമ്യം? ഇന്നലെയാണ് ജെയ്സൺ ജോസഫ് ഗോകുൽ പറഞ്ഞതുപോലെ കീഴടങ്ങിയത്. എന്തായാലും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സെക്ഷൻ IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ജെയ്സണെതിരെ ചുമത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക എന്നത് ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ജെയ്സന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനും അഡ്വക്കേറ്റ് ഷനിലും ഒരു വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും അവർ എടുത്തു പറഞ്ഞത് ഈ പരിക്കുകൾ ഇടിവള കൊണ്ട് മുഖത്ത് ഇടിച്ച് മൂക്കിന് ക്ഷതം വരുത്തി എന്നാണ് പരിക്ക്. ഈ രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ഈ ആശുപത്രി സംബന്ധിച്ച രേഖകളിൽ ഒന്നും തന്നെ ഈ മൂക്കിന് ക്ഷതം സംഭവിച്ച രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് പൊളിറ്റിക്കൽ കേസാണ് എന്ന തരത്തിലുള്ള പരാമർശമടക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് കോടതി വീണ്ടും 4:30 മണിയോടുകൂടി വീണ്ടും കോടതിക്ക് ചേർന്ന ജെയ്സന് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവർ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CPI നേതാവായ ജെയ്സൺ ജോസഫിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ഇപ്പോൾ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. और शुद्ध अंतकरण से निर्वहन करूंगा तथा भय या पक्षपात, अनुराग या द्वेष के बिना मैं सब प्रकार के लोगों के प्रति संविधान के और विधि के अनुसार ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ईश्वर की शपथ लेता हूं कि जो विषय हरियाणा राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को उस अवस्था को छोड़कर, जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के उचित निर्वहन के लिए ऐसा करना अपेक्षित हो, अन्य अवस्था में मैं प्रत्यक्ष या परोक्ष रूप में संसूचित या प्रकट नहीं करूंगा. മനോഹർലാൽ ഖട്ടറിന്റെ രാജി, അതിനുശേഷം അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ MP ആയിരുന്ന നയാബ് സിംഗ് സൈനിയെ രാജിവെപ്പിച്ചിപ്പോൾ ഹരിയാനയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 4 JJP MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് BJPയുടെ ഈ നീക്കം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും മുട്ടിൽ മരമുറി കേസിൽ അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. മരമുറി സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തെ ആദ്യം ധരിപ്പിച്ചത് അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവാണ്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരിക്കെ മരമുറി നിയമപരമല്ലെന്ന് ജോസഫ് മാത്യു നിലപാടെടുത്തിരുന്നു. സുജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന്. സുജിത്ത്, വിശദാംശങ്ങൾ. ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. മുട്ടിൽ മരമുറി കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത്. നേരത്തെ ഇദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ മുട്ടിൽ മരമുറി നടക്കുന്നത്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്നുള്ളത് ആദ്യമായി ചൂണ്ടിക്കാട്ടുന്നത് ഇദ്ദേഹമാണ്. ജില്ലാ ഭരണകൂടത്തെയും ഒപ്പം തന്നെ വനംവകുപ്പിനെയും ഈ വിവരം ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് അറിയിച്ചത് ജോസഫ് മാത്യു ആണ്. അതിന്റെ രേഖാമൂലം തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ കൈമാറിയിരുന്നു. പിന്നീട് ഈ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ നിയമനം നടന്നിരിക്കുന്നത്. നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ്. സുൽത്താൻ ബത്തേരി കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ 8 പ്രതികളും കേസിൽ ഹാജരാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നിയമിച്ചതായുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതികളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാരിന്റെ ഈ ഒരു നിലപാട് മൂലം ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട KLC നടപടികളടക്കം പുരോഗമിക്കുകയാണ്. അതിൽ ഈ ഭൂ ഉടമകളായ മരം വിട്ടു നൽകിയ ഭൂ ഉടമകളായ ആദിവാസികളെയും കർഷകരെയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണന, റവന്യൂ വകുപ്പിന്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മരങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടി വനം വകുപ്പ് തേടിയിരുന്നു. ഇത്തരത്തിലുള്ള സുജിത്ത്, ഏതായാലും മുട്ടിൽ മരമുറി നിയമപരമല്ല, അതിലെ ക്രമവിരുദ്ധത ആദ്യമായി ചൂണ്ടിക്കാട്ടിയ ജോസഫ് മാത്യുവിനെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നു. നിർണായക ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.